സാറേ, ഇതിപ്പോ ഇന്ന് നമ്മള് കല്ലറ തുറന്ന് പരിശോധിച്ചു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദുരൂഹതയുടെ പുറത്താണിത്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മളൊരു എത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ? നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് സംശയിക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ ബോഡി തന്നെയാണെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള നിഗമനം. എങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്നു ഇതിൽ ദുരൂഹയുടെ ആവശ്യമില്ല. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അടക്കിയവരുടെ ബോഡി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ പായ അടക്കിയ കൂടെ വെച്ചിരുന്നൊരു പായ തന്നെയാണ്. അത് പിന്നീട് ഇപ്പോൾ കണ്ടപ്പോഴാണ് 6-ലെ അതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യം മറിയമ്മയുടെ കൂടെ അടക്കിയ പായയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതെ, അത് 2006 അത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കട്ടെ. അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ നിങ്ങളിപ്പോൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ അറക്കപ്പൊടി ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് വെക്കുന്നത്. അപ്പോൾ കാലപ്പഴക്കത്തിൽ ട്വിസ്റ്റ് ചെയ്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തട്ടെ. ബാക്കി എക്സ്പെർട്സ് ഉൾപ്പെടെ എടുത്ത സാധനങ്ങളുമായിട്ടൊന്ന് അനലൈസ് ചെയ്യട്ടെ. പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് സംശയങ്ങളൊന്നുമില്ല, ഇതിലൊരു ദുരൂഹത ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഒരു പ്രഥമ ഒരു ഇൻക്വയറിയും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ 2015 ബന്ധുക്കൾ പറയുന്നത് അവർ ആചാരപ്രകാരം കൃത്യമായിട്ട് ഈ സംസ്കരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വശത്തായി മറ്റൊരു മൃതദേഹം കാണേണ്ട സാഹചര്യം വന്നില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ ആ കാര്യങ്ങളാണ്. അക്കപ്പൊടി വെച്ചു, ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ബോഡി അവരെയും കൂടെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അന്ന് വെച്ചിരുന്ന നമ്മുടെ ഇതിൻ്റെ തുണികളും അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു സംശയമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചിട്ടുണ്ട്. തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ പരാതി കുറ്റിയാടി പോലീസിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിശോധന നമ്മളിപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ വെച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ബോഡി തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി അവിടുത്തെ എൻക്വയറി നടക്കട്ടെ, അതിന്റെ ശേഷം ബാക്കി പറയാം. അല്ലായിരുന്നു, പായ നിവർത്തി തന്നെ ഒരു ബോഡിയുടെ താഴെ വെച്ചിരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, തുടർ പരിശോധന നടത്തും, അയക്കുന്നുണ്ട്. കൂടുതലായുള്ള കാര്യം പരിശോധിച്ചിട്ട് പറയാം. 2 ബോഡിയും കൃത്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി സ്ഥലങ്ങളും പരിശോധിച്ചു. മറ്റ് സംശയിക്കേണ്ട കാര്യങ്ങൾ ബന്ധുക്കൾ ഐഡന്റിഫൈ. ചിത്രം പുറത്തു കൊണ്ടതിന്റെ താഴെയായിരുന്നു അടുത്ത ബോഡി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ടായിരുന്നു. ഇത്രയും ഏകദേശം അടുത്തായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് എൻക്വയറി ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.